നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോകാം. പല ഏരിയ കമ്മിറ്റികളിലും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത് കേട്ടു. അതിനോടൊപ്പം തന്നെയാണ് CPM-ന്റെ മാത്രമല്ല CPI-യുടെ നേതൃയോഗങ്ങളിലും LDF-നെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് CPI ജില്ലാ കൗൺസിലിൽ LDF-നെതിരെ രൂക്ഷ വിമർശനം. UDF ട്രെൻഡ് അനുസരിച്ച് പ്രചാരണം നടത്തിയപ്പോൾ LDF-ന്റെ പ്രചാരണം പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി. ഇടത് രാഷ്ട്രീയം പറയുന്നതിലെ വീഴ്ചകൾ സർവ്വമേഖലയിലും LDF-നെ ബാധിച്ചു. ഇടതുപക്ഷത്തിന്റെ കരുത്തായ ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ LDF-ൽ നിന്നകന്നു. CPM പലയിടത്തും CPI മാറ്റി നിർത്തിയെന്നും വിമർശനമുയർന്നു. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, CPI-യും അതിരൂക്ഷ വിമർശനമാണ് നേതൃയോഗങ്ങളിലൊക്കെ ഉയരുന്നത്. അണികൾക്കും വലിയ വിയോജിപ്പുണ്ട്. അതിലൊരു കാര്യം, UDF അവരുടേതായ രീതിയിൽ പ്രചരണം, നാടിനൊത്ത കാലത്തിനൊത്ത പ്രചരണം നടത്തിയപ്പോൾ പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രചരണമാണ് പാളിപ്പോയത് എന്നാണോ CPI-യുടെ വിലയിരുത്തൽ? അരുൺകുമാർ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ചേർന്ന CPI-യുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നെങ്കിൽ ഇന്നലെ ജില്ലാ കൗൺസിലിൽ പൂർണ്ണമായും LDF-ന്റെ പ്രചരണ രീതികൾക്കെതിരെയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത്. UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി, ട്രെൻഡ് മനസ്സിലാക്കി, ജനഹിതം മനസ്സിലാക്കി, അല്ലെങ്കിൽ നാട്ടുകാരെ മനസ്സിലാക്കി തന്നെ അവർ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ LDF അത്തരം രീതിയിലുള്ള പ്രചരണ പരിപാടികളൊന്നും നടത്തിയില്ല. പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയത്. നാട് മുഴുവൻ പിണറായിയുടെ ചിത്രങ്ങൾ മാത്രമുള്ള ഫ്ലക്സുകൾ ഉയർത്തിയായിരുന്നു പ്രചരണം നടത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് CPI-യുടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നത്. മാത്രമല്ല, ഇടത് രാഷ്ട്രീയം പറയുന്നതിൽ വലിയ രീതിയിൽ വീഴ്ചകൾ സംഭവിച്ചു. UDF ആണെങ്കിൽ അവർ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് പല രീതിയിലുള്ള ഗ്യാരണ്ടികൾ നൽകി വിശ്വാസം നേടിയെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി. പക്ഷേ LDF-ന് കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറയാൻ പോലും ജനങ്ങളോട് സാധിച്ചില്ല എന്നുള്ളതാണ് ജില്ലാ കൗൺസിലിൽ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് LDF-ന് വലിയ രീതിയിലൊരു കരുത്തായിരുന്നു ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ. പക്ഷേ അവരെ കൂടെ നിർത്തുന്നതിൽ LDF-ന് തന്നെ വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 64 ദളിത് സംഘടനകൾ LDF-നെതിരെ പ്രവർത്തിച്ചു. അതാണ് ഇത്തരത്തിൽ കനത്ത തോൽവിയിലേക്ക് LDF-നെ തള്ളിവിട്ടത് എന്നുള്ളതാണ് CPI-യുടെ പാലക്കാട് ജില്ലാ കൗൺസിലിൽ ഉയർന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്. പിന്നെ CPM-നെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്നലെ ജില്ലാ കൗൺസിലിൽ CPI നേതാക്കൾ ഉയർത്തിയിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ CPI-യുടെ പ്രതിനിധികളെ പല കൺവെൻഷനുകളിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. വേദികളിൽ പോലും കയറ്റാതെ മാറ്റി നിർത്തിയ സ്ഥിതി ഉണ്ടായിരുന്നു പാലക്കാട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കി. അതൊക്കെ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് കുറയാനും കാരണമായത് എന്നുള്ളതാണ് CPI-യുടെ പാലക്കാട് ജില്ലാ കൗൺസിൽ ഉയർന്ന മറ്റ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രചരണം അത് പാളിപ്പോയി എന്നുള്ളതാണ് CPI-യുടെ വിലയിരുത്തൽ.